സ്നേഹമുള്ളവരെ, ഈശോ ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ ആദ്യം പറയുന്ന വാചകം സമാധാനമെന്ന. ലിയോ പാപ്പ അതുപോലെ തന്നെയാണ് ആദ്യമായിട്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യുവാനായിട്ട് വന്നപ്പോൾ പറഞ്ഞതും സമാധാനം എന്ന് തന്നെയാണ്. നമ്മൾ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷം നമുക്കെല്ലാവർക്കും വളരെ പരിചിതമുള്ള ഭാഗമാണ്. ഇവിടെ തോമസ് അപ്പോസ്തലൻ സമാധാനമില്ലാതെ അലഞ്ഞുകൊണ്ട് സമാധാനം ലഭിക്കുന്ന ഒരു വലിയ സംഭവമാണ് വായിച്ചു കേട്ടത്. സമാധാനമില്ലാതെ അലഞ്ഞു എന്ന് പറയാൻ കാരണം, ആഴ്ചയുടെ ആദ്യ ദിവസം ഈശോ വന്നപ്പോൾ ശിഷ്യന്മാരെല്ലാവരും കതകടച്ചിരുന്ന് പേടിച്ച് യഹൂദരെ ഭയന്ന് ആയിരിക്കുമ്പോൾ തോമസ് അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. വചനം പറയുന്ന അപ്രകാരമാണ്. ഈശോ വന്നപ്പോൾ തോമസ് അവിടെ ഉണ്ടായിരുന്നില്ല. ബൈബിൾ പറയുന്നില്ല എവിടെയാണ് തോമസ് പോയതെന്ന്. എങ്കിലും ചിലരെങ്കിലും അവരുടെ ഊഹോപോഹങ്ങൾ വെച്ച് പല വിധത്തിലും പറയുന്നുണ്ട്. ചിലർ പറയുന്നത് ഇപ്രകാരമാണ്: ശിഷ്യന്മാർ പേടിച്ച് ഇരിക്കുകയാണ്, അപ്പോൾ പേടിയില്ലാത്ത ഒരാൾ ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. മറ്റൊരു വിധത്തിൽ പറയുന്നത്, അവരെല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി ഭക്ഷണം വാങ്ങാൻ പോയതായിരിക്കാം. മൂന്നാമതായിട്ട് പറയുന്നത്, ആൾക്ക് നിരാശയായി, ഇനി കാര്യമൊന്നുമില്ല, അതുകൊണ്ട് കൂട്ടം തെറ്റിപ്പോയതാ. നാലാമതായിട്ട് പറയുന്നത്, സംശയത്തോടെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അതെന്തൊക്കെ ആവട്ടെ, എപ്പോഴാണ് ഈശോ വന്നത്? ഉയർത്തെഴുന്നേറ്റ ഈശോ കടന്നു വന്നത് കൂട്ടായ്മയിലാണ്. നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോഴാണ് ഉത്തിതനായ ഈശോ കടന്നു വരുന്നതെന്ന് വലിയ വ്യക്തമായ ഒരു സന്ദേശമാണ് ആദ്യത്തെ ഈ ഭാഗത്ത് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുക. നമുക്ക് വേണമെങ്കിൽ പറയാം, ഹി മിസ്ഡ് ദ കമ്മ്യൂണിറ്റി, ഹി മിസ്ഡ് ജീസസ്. അദ്ദേഹത്തിന് ഒരു മിസ്ഡ് കോൾ ഉണ്ടായിരുന്നു, ഈശോയുടെ മിസ്ഡ് കോൾ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20 പറയുന്നത്, 2-3 പേർ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരുമിച്ചായിരിക്കുന്ന ഇടത്താണ് ഈശോ വരിക എന്ന് വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്ന ഭാഗമാണ് ഇന്നത്തെ ദിവസം വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ സഭ നമുക്ക് നൽകുന്നത്. തോമസിന് നഷ്ടപ്പെട്ടത് 99 ആടുകളെ നഷ്ടപ്പെട്ട ആ ഒരു കൂട്ടം പോലെ തന്നെ നിരവധി പേരെയാണ് തോമസിന് നഷ്ടപ്പെട്ടത്. ഇടയനടുത്തുള്ള സ്നേഹമുള്ള ഈശോയെയും നഷ്ടപ്പെട്ടു. നാം വായിക്കുന്നില്ലേ, ഒന്ന് നഷ്ടപ്പെട്ടാൽ ഇറങ്ങിപ്പുറപ്പെടുന്ന ഈശോയെക്കുറിച്ച്. ഇവിടെ തോമസിന് നഷ്ടപ്പെട്ടത് ഇത് തന്നെയാണ്, കൂട്ടം തെറ്റി. കൂട്ടം തെറ്റുക മാത്രമല്ല, കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരുന്ന ഇടയനെയും നഷ്ടപ്പെട്ട ഒരു അനുഭവമാണ് തോമസിന് ഉണ്ടായത്. രണ്ടാമത്തെ ചിന്ത എന്ന് പറഞ്ഞാൽ, സുവിശേഷത്തിലെ 2-ാമത്തെ ഭാഗത്തിൽ പറയുന്നു, 8-ാമത്തെ ദിവസം വീണ്ടും അവൻ ശിഷ്യന്മാരുടെ ഇടയിലേക്ക് കടന്നു വന്നുവെന്ന്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ആഴ്ചയുടെ ആദ്യ ദിവസം വന്നു, പിന്നെ 8 ദിവസം എന്തേ ഇതിനിടയിൽ വരാമായിരുന്നില്ലേ? ചിലപ്പോൾ തോമസ് വന്നത് ആ 8 ദിവസം കഴിഞ്ഞിട്ടായിരിക്കാം. ഈശോ കാത്തിരുന്നിട്ടുണ്ടാവാം തോമസ് വരുവാൻ വേണ്ടി. തോമസ് വന്നപ്പോൾ ഈശോ അവരുടെ ഇടയിലേക്ക് വീണ്ടും വരികയാണ്. വ്യക്തിപരമായ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഈശോയാണ് വിശുദ്ധ തോമസ് അപ്പോസ്തലൻ്റെ അടുത്തേക്ക് വരുന്ന ഈ സംഭവത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുക. വിശുദ്ധ തോമസ് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നത് അത് സ്നേഹത്തോടെ കരഞ്ഞുകൊണ്ടായിരിക്കണം. നീ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുവാൻ വേണ്ടി ഇത്രയ്ക്ക് സ്നേഹമുണ്ടായിരുന്നുവെന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ.
അതുകൊണ്ട് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറയുന്ന തോമസിനെയാണ് നമ്മൾ ഇവിടെ വരച്ച് കാണിക്കേണ്ടത്. തോമസിൻ്റെ സംശയം, തോമസിൻ്റെ ചോദ്യം എന്തായിരുന്നു? അവൻ്റെ കൈകളിലെ ആണികളുടെ പഴുത് കാണുക, അവയിൽ വിരലിടുക, അവൻ്റെ പാർശ്വത്തിൽ കൈവയ്ക്കുക. ഇവിടെ 3 കാര്യങ്ങളാണ്. ഒന്ന് കാണുക, രണ്ടാമതായിട്ട് സ്പർശിക്കുക, മൂന്നാമതായിട്ട് ആ ചങ്കിടിപ്പ് അത് അനുഭവിക്കുക. ഈ 3 വാശിയുമായിട്ടാണ് ഈശോയുടെ മുന്നിൽ അല്ലെങ്കിൽ അവരുടെ ഇടയിൽ നിന്ന് സംസാരിച്ചതെങ്കിലും അത് മനസ്സിലാക്കിക്കൊണ്ട് ഈശോ കടന്നു വരികയാണ്. നീ വരിക, നീ വന്നെന്നെ കാണുക, നീ എന്നെ സ്പർശിക്കുക, നീ എൻ്റെ ചങ്കിലെ ചങ്കിടിപ്പ് കേൾക്കുക എന്ന്. മൂന്നാമത്, ഇന്നത്തെ ഈ ഭാഗത്തിലൂടെ സഭ നമ്മോട് പറയുന്നത്, വിശ്വാസം പക്വതപ്പെടുന്നത് കൂട്ടായ്മയിലാണ്. നമ്മൾ ഒരുമിച്ച് കൂടുമ്പോഴാണ്, ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ്, ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്, ഒരുമിച്ച് പങ്കുവയ്ക്കുമ്പോഴാണ് ഈശോ കടന്നു വരുന്നതെന്നുള്ള വ്യക്തമായ ധാരണ നമുക്ക് നൽകുകയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ. നമുക്കറിയാം, നമ്മുടെ ഇടയിൽ ചിലരെയൊക്കെ നമ്മൾ തള്ളിക്കളയാറുണ്ട്, ചിലരെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കാറുണ്ട്. നമ്മൾ ചിലരെ നോക്കി പറയും, നീ കാണാൻ ഭംഗിയൊന്നുമില്ല, അല്ലെങ്കിൽ നിന്നേക്ക് ഇങ്ങനെ തന്നെയാണ്, നെഗറ്റീവായിട്ട് പറയാറുണ്ട്. ചിലരെക്കുറിച്ച് നമ്മൾ പോസിറ്റീവായിട്ട് പറയും. ഇത് സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ്. നമ്മുടെ ഭവനങ്ങളിൽ ചിലരൊക്കെ നമ്മൾ തള്ളിക്കളഞ്ഞ് ഇങ്ങനെ പറയാറുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഗ്രൂപ്പ് തെറാപ്പി, കൗൺസിലിങ്ങിൽ പേഴ്സണൽ തെറാപ്പി കൂടാതെ ഗ്രൂപ്പ് തെറാപ്പി ഉണ്ട്. ഗ്രൂപ്പ് തെറാപ്പിയിൽ എല്ലാവരും ഒരുമിച്ച് കൂടി ഒരാളെക്കുറിച്ച് പോസിറ്റീവായിട്ട് പറയുന്നു. അയാളുടെ നെഗറ്റീവ് ആ വിചാരിച്ച പോലെയുള്ള നെഗറ്റീവ് അല്ല എന്ന് വിളിച്ചു പറയുന്ന ഒരു രീതിയുണ്ട്. കാരണം സമൂഹത്തിൽ നിന്നും ഇറങ്ങിപ്പോയ അവൻ തിരിച്ചു വന്ന് സമൂഹത്തിൽ ആയപ്പോൾ ഈശോ കടന്നു വന്ന രംഗത്തിലൂടെ നമ്മോട് പറയുന്നത്, സമൂഹത്തിലായിരിക്കുമ്പോൾ, കൂട്ടായ്മയിലായിരിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഈശോയുടെ അടുത്തെത്തിയ തോമസ് ഈശോയെ തൊട്ടതായിട്ട് പറയുന്നില്ല, അവൻ്റെ പാർശ്വത്തിൽ കൈവച്ചതായിട്ട് പറയുന്നില്ല, മറിച്ച് അവൻ ഏറ്റുപറയുന്ന വാക്യപ്രകാരമാണ്. അത് വിശുദ്ധ പത്രോസിനെ പോലെ, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് ശ്ലീഹ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നില്ലേ, നീ സജീവനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന്. തൻ്റെ കൂടെ നടന്ന മനുഷ്യനായ ചോരയും നീരുമുള്ള ഗുരു അത് ദൈവമാണ് എന്ന് വലിയ വ്യക്തമായ ബോധ്യത്തോടുകൂടി ഏറ്റുപറയുന്ന വിശ്വാസ പ്രമാണമാണ് തോമസ് ലീഹ നടത്തുന്നത്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. നമ്മെ എല്ലാവരെയും നോക്കി പറയുന്നത്, നമ്മളെല്ലാവരും തന്നെ കൂട്ടായ്മയിലായിരുന്നു കൊണ്ട് ഈശോയെ സ്വീകരിക്കുവാനായിട്ട് സാധിക്കുന്ന ഇടങ്ങളിൽ അത് അത്ഭുതങ്ങൾക്ക് വേണ്ടി കണ്ടാലേ, സ്പർശിച്ചാലേ, അനുഭവിച്ചാലേ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയുന്നതിനുപരിയായിട്ട് ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ സാന്നിധ്യം പരിശുദ്ധ കുർബാനയിൽ, കൂട്ടായ്മയിൽ, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയൊക്കെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് ഇന്നത്തെ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അവസാനമായിട്ട് നിങ്ങളോട് പങ്കുവയ്ക്കുവാനുള്ളത് പ്രകാരമാണ്. നമ്മുടെ ജീവിതത്തിൽ ഈശോയുമായി അടുക്കുവാനുള്ള അവസരങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ അവയൊക്കെ തട്ടിക്കളയുവാനായിട്ട് നാം ചിലപ്പോൾ അറിയാതെ തന്നെ ചെയ്തു പോയ നിമിഷങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അവയ്ക്ക് മാപ്പ് ചോദിച്ചുകൊണ്ട് കൂട്ടായ്മയിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് ശ്രമിക്കാം. ഭവനങ്ങളിൽ, നമ്മുടെ ഇടവക സമൂഹങ്ങളിൽ, നമ്മളായിരിക്കുന്ന സൗഹാർദ്ദ ഇടങ്ങളിലൊക്കെ തിരിച്ചു വരുവാനായിട്ട് ഒരു യാത്ര. 99 ആടുകളെ അവർ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാനെന്ന ബോധ്യത്തോടു കൂടി നമ്മൾ ചിലപ്പോൾ നമ്മുടെ കുടുംബ യൂണിറ്റുകളൊക്കെ നമ്മൾ പറയും, ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ്, എനിക്ക് 99 പേരെ കാണാനുണ്ട്, എനിക്കിടയനടുത്ത സ്നേഹം ലഭിക്കാനുണ്ട് എന്ന ബോധ്യത്തോടു കൂടി
കൂട്ടായ്മയിൽ നിലനിൽക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഞാൻ കണ്ടേ വിശ്വസിക്കൂ, ഞാൻ തൊട്ടേ അറിയൂ, ഞാൻ അനുഭവിച്ചേ മനസ്സിലാക്കൂ എന്ന നിലയിൽ വാശി പിടിക്കാതെ വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തത് ഉണ്ടെന്നുള്ള ബോധ്യമാണെന്ന എബ്രായർക്ക് എഴുതിയ 11-ാം അധ്യായത്തിലെ 1-ാം വാക്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇന്ന് ഈ നിമിഷം അത്ഭുതത്തിന് സാക്ഷികളായി തീരുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിരവധി അത്ഭുതങ്ങൾ അനുനിമിഷം നടക്കുന്നുണ്ടെന്ന ബോധ്യത്തോടു കൂടി മുന്നോട്ട് നീങ്ങാം. ഞാൻ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഈശോയാണ് എനിക്കുള്ളതെന്ന് വിശുദ്ധ തോമസിനെ പോലെ സ്നേഹത്തോടെ പറയുവാനായിട്ട് നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി വിശുദ്ധ തോമസ് അപ്പോസ്തലൻ്റെ ജീവിത രീതി അനുകരിക്കുവാനായിട്ട്, ചേർന്ന് നിൽക്കുവാനായിട്ട്, ഈശോയുടെ ചങ്കിലെ ചങ്കിടിപ്പ് നമ്മുടെ എല്ലാവരുടെയും ജീവിത ദിനചര്യയാക്കി മാറ്റുവാനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.